ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 10 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളാണ് കറണ്ട് അഫേഴ്സ് ആയിട്ട് നൽകി വരുന്നത്. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം കണ്ടെത്തണം. കാരണം പരീക്ഷകളിലും എവിടെയും നമുക്ക് കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, റിട്ടേൺ എക്സാം ആയിക്കോട്ടെ, എവിടെയും നമുക്ക് കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് സമയം കണ്ടെത്തണം. ഇന്ന് ഓഗസ്റ്റ് 10, ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2024 പാരീസ് ഒളിമ്പിക്സിൽ അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചത് ഏത് ഇനത്തിലാണ്? ഗുസ്തി. റസ്ലിംഗിലാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ അമൻ ഷെരാവത്തിന് ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റസ്ലിംഗിലാണ് അമൻ ഷെരാവത്തിന് ബ്രോൺസ് ലഭിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. പ്യൂർട്ടോ റിക്കോ എന്ന രാജ്യത്തെ ഡാരിൻ ക്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രോൺസ് നേടിയിട്ടുള്ളത്. പ്യൂർട്ടോ റിക്കോ എന്ന രാജ്യം എവിടെയാണത്? ഇത് കരീബിയൻ ഐലൻഡാണ്. ഈ രാജ്യം വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ 32.2 ലക്ഷം ജനങ്ങളാണ്. സാൻ ജുവാൻ ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. പ്യൂർട്ടോ റിക്കോ എന്ന കരീബിയൻ ഐലൻഡിലെ ഡാരിൻ ക്രസിനെ പരാജയപ്പെടുത്തിയാണ് അമൻ ഷെരാവത്ത് ബ്രോൺസ് നേടിയിട്ടുള്ളത്. അമൻ ഷെരാവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ പുറകിലുള്ളത്. അതായത് 10ാമത്തെ വയസ്സിൽ അമൻ ഷെരാവത്തിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അമൻ ഷെരാവത്തിന്റെ പിതാവും അതേ പാത തന്നെ പിന്തുടർന്നു. പിന്നീട് അനാഥനായിട്ടുള്ള അമൻ ഷെരാവത്ത് അദ്ദേഹത്തിന്റെ അങ്കിളാണ് ഡൽഹിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഛത്രാസ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ ഛത്രാസ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ റസ്ലേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ്. റസ്ലേഴ്സിന്റെ പ്രാക്ടീസ് ഗ്രൗണ്ട് ആയിട്ടുള്ള ഛത്രാസ സ്റ്റേഡിയത്തിലാണ് പിന്നീട് അമൻ ഷെരാവത്തിന്റെ ജീവിതം മുഴുവനും. അതായത് വീട് എന്ന് പറയുമ്പോഴും അത് ഛത്രാസ സ്റ്റേഡിയമാണ്. ഈ ഒരു സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന്റെ വളർച്ച പിന്നീട് 2022 നാഷണൽ നേടിയിട്ടുള്ളതും അതേ വർഷം തന്നെ ഇന്റർനാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻ ആവുകയും 2023 ഏഷ്യൻ ചാമ്പ്യൻ ആവുകയും ചെയ്തു. ഇപ്പോൾ 2024 ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അമൻ ഷെരാവത്ത് ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടിക്കൊടുത്തു. ഒളിമ്പിക്സ് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ മനു ഭാക്കറിനോടൊപ്പം 2ാമത്തെ ഇന്ത്യൻ പതാകവാഹകൻ ആരായിരിക്കും? PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലോസിംഗ് സെറമണി. ക്ലോസിംഗ് സെറമണി അടുക്കുകയാണ്. അതായത് നാളെയാണ് ക്ലോസിംഗ് സെറമണി. ക്ലോസിംഗ് സെറമണിയിൽ ഇന്ത്യക്ക് വേണ്ടി പതാക വഹിക്കുന്ന വനിതയാണ് മനു ഭാക്കർ. 2 ബ്രോൺസ് ആണ് ഈ പ്രാവശ്യത്തെ പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിന് ലഭിച്ചിട്ടുള്ളത്. പുരുഷ വിഭാഗത്തിലാണെങ്കിൽ PR ശ്രീജേഷ് ആണ് പതാക വഹിക്കുന്നത്. മനു ഭാക്കറും PR ശ്രീജേഷ് ആണ് പതാക വഹിക്കുന്ന 2 താരങ്ങൾ. ഈ പ്രാവശ്യത്തെ പുരുഷ ഹോക്കി ടീം ബ്രോൺസ് മെഡൽ ആണ് നേടിയിട്ടുള്ളത്. PR ശ്രീജേഷിന്റെ 4ാമത്തെ ഒളിമ്പിക്സ് ആണത്. 3ാമത്തെ ഒളിമ്പിക്സിലും ബ്രോൺസ് നേടി. 4ാമത്തെ ഒളിമ്പിക്സ് ആയിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിലും PR ശ്രീജേഷ് അടങ്ങുന്ന ടീം ബ്രോൺസ് കരസ്ഥമാക്കി. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ പതാക വഹിക്കുന്ന 2 വ്യക്തികളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UPI പേയ്മെന്റ് പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് എത്രയായി ഉയർത്തി? 5 ലക്ഷം രൂപ. ഇപ്പൊ UPI പേയ്മെന്റിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് UPI എന്നത്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. 1 ലക്ഷം രൂപയായിരുന്നു ഒരു ദിവസത്തെ ലിമിറ്റേഷൻസ്, അതായത് ട്രാൻസാക്ഷൻ ലിമിറ്റേഷൻ. എന്നാൽ ഇതിപ്പോൾ 5 ലക്ഷം രൂപയായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത ദാസ് ആണ്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് അല്ലെങ്കിൽ ഗവർണർ ആണ് ശക്തികാന്ത ദാസ്. 2016 നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ UPI സിസ്റ്റം ആരംഭിച്ചിട്ടുള്ളത്, അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇന്ന് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു ബെസ്റ്റ് UPI ആപ്പ് എന്ന് പറയുമ്പോൾ അത് ഗൂഗിൾ പേ. അതുപോലെ തന്നെ വൈഡ്ലി യൂസ്ഡ്, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ അത് ഫോൺ പേ ആണ്. അതിന് പുറകെ വരുന്നുള്ളൂ പേ, ATM എന്നിവയെല്ലാം. ഇപ്പോഴത്തെ നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് അത് 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചു. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് UPI പേയ്മെന്റ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. ഏറ്റവും ഭാരം കുറഞ്ഞ ഫ്രണ്ട് ഹാർഡ് ആർമർ പാനൽ FHAP അടങ്ങുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ച സ്ഥാപനം ഏത്? DRDO. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ഫ്രണ്ട് ഹാർഡ് ആർമർ പാനൽ വികസിപ്പിച്ചു. ആംഡ് ഫോഴ്സസിലും CRPFലും ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. ബുള്ളറ്റ് പ്രൂഫ് കാറുകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇവയെല്ലാമാണ് ഒരു പേഴ്സണെ സംരക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വാർ ടൈമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയലൻസിൽ, അക്രമങ്ങളിൽ. 2 തരത്തിലുള്ള കോൺഫിഗറേഷനാണ് ഇത്തരത്തിലുള്ള ജാക്കറ്റിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻ കൺജക്ഷൻ വിത്ത് എന്നതും മറ്റൊന്ന് സ്റ്റാൻഡ് അലോൺ.
ഏതാണ്ട് മീഡിയം സൈസിന് 10.1 കിലോഗ്രാം ആണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. 7.62 ഇൻറ്റു 54 APR റൗണ്ട്സ് ഇതിനെ ചെറുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. MCX എന്നറിയപ്പെടുന്ന മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആരായിരിക്കും? പ്രവീൺ റായ്. MCX അതായത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഇതിന് അപ്രൂവൽ നൽകിയിട്ടുള്ളത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്, SEBI. SEBIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്രൂവലാണ്. അതായത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിട്ട് പ്രവീണ റായിയെ നിയമിച്ച കാര്യം. ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലഹള അക്രമങ്ങൾ ഇതിന് ഇപ്പോൾ ഒരുപക്ഷെ പരിഹാരമായേക്കാം. അതായത് ബംഗ്ലാദേശിന്റെ പുതിയ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായിട്ട് നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിനെ തെരഞ്ഞെടുത്ത കാര്യം. ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് ഹസീന ജോബ് റിസർവേഷൻ ആയിട്ട് വന്നിട്ടുള്ള പുതിയൊരു പോളിസി ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോളിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുള്ളതും പിന്നീട് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വരികയും അതുപോലെ തന്നെ രാജ്യം വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളതും. ഇന്നലെ ഓഗസ്റ്റ് 9 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ വനിത ആരാണ്? ഇതിന്റെ ഉത്തരം കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. സിഡ്നി ഒളിമ്പിക്സ് 2000 ഈ ഒരു വർഷമാണ് കർണം മല്ലേശ്വരി ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ ഒരു മെഡൽ വനിതകൾ നേടിയിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ അമൻ ഷെറാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചത് ഏത് ഇനത്തിലാണ്? ഗുസ്തി. ഒളിമ്പിക് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ മനു ഭാക്കറിനോടൊപ്പം 2ാമത്തെ ഇന്ത്യൻ പതാകവാഹകൻ ആരായിരിക്കും? PR ശ്രീജേഷ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ UPI പേയ്മെന്റ് പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് എത്രയായി ഉയർത്തി? 5 ലക്ഷം രൂപ. ഏറ്റവും ഭാരം കുറഞ്ഞ ഫ്രണ്ട് ഹാർഡ് ആർമർ പാനൽ FHAP അടങ്ങുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ച സ്ഥാപനം ഏത്? DRDO. MCX എന്നറിയപ്പെടുന്ന മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആരായിരിക്കും? പ്രവീണ റോയ്. ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ്. ഇന്ന് ഓഗസ്റ്റ് 10 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വാട്ട് വാസ് ഇന്ത്യസ് റാങ്ക് ഓൺ ദി മെഡൽ ടാലി അറ്റ് ദ ടോക്കിയോ ഒളിമ്പിക്സ് 2020? ടോക്കിയോ ഒളിമ്പിക്സ് 2020 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എന്തായിരുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.